വൈകുന്നേരം നമ്മളുടെ ക്ലോസിംഗ് സെറിമണി, അതിനിടയിൽ നമുക്ക് അവാർഡുകളുടെ ലിസ്റ്റ് കുറച്ച് നേരത്തിനുള്ളിൽ സെക്രട്ടറിയുടെ കയ്യിലെത്തും. അതിൻ്റെതായ പണികൾ ഒരുപാടുണ്ട്. ഈ പറയേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ പറയാം. നമുക്കൊരു വലിയ ചർച്ചയ്ക്ക് സാധ്യതയില്ല. ആദ്യമായി പറയാനുള്ളത്, നമ്മൾ ഇത്തവണ ഫെസ്റ്റിവൽ ക്യൂറേറ്ററായി നമ്മളോട് സഹകരിച്ച ഗോൾഡ സലം, അവരെ അടുത്ത IFFK നിലനിർത്താൻ അക്കാദമി തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അക്കാദമിയുടെ തീരുമാനം സാംസ്കാരിക വകുപ്പിനെ അറിയിക്കണം. അവരുടെ അടുത്ത് നിന്ന് നമുക്കൊരു ഗ്രീൻ സിഗ്നൽ കിട്ടണം. നിങ്ങൾക്കറിയാം, മന്ത്രി സ്ഥലത്തില്ല. അപ്പോൾ ഗോൾഡ സലമായിരിക്കും അടുത്ത വർഷവും നമ്മുടെ ഫെസ്റ്റിവൽ ക്യൂറേറ്റ് ചെയ്യുന്നത്. അതൊരു കാര്യം. പിന്നെ മറ്റൊന്ന്, പ്രകാശനം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. പ്രകാശാണ് ഇന്നത്തെ മുഖ്യാതിഥി. പിന്നൊരു കാര്യം പറയാനുള്ളത്, ഈ നമ്മുടെ മുന്നൊരുക്കങ്ങൾ ഇത്തവണ ഇത് അതിഗംഭീരമായി വിജയിച്ചു എന്ന ചാരിതാർത്ഥ്യം അക്കാദമിക്ക്, എനിക്ക്, സെക്രട്ടറിക്കൊക്കെ ഉണ്ട്. നിങ്ങളുടെയും ഡെലിഗേറ്റ്സിൻ്റെയൊക്കെ സാന്നിധ്യവും ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങൾക്കത് ഭംഗിയായി തീർക്കാൻ പറ്റി. ഇന്ന് രാവിലെ മിനിസ്റ്റർ സംസാരിച്ചിരുന്നു. അദ്ദേഹം വളരെയധികം സന്തോഷത്തിലാണ്. അടുത്ത വർഷം കുറെ കൂടെ മുമ്പേ മുന്നൊരുക്കങ്ങൾ. ഗോൾഡ പറഞ്ഞത് അവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ IFFKയുടെ അടുത്ത എഡിഷനിലെ വർക്കുകൾ തുടങ്ങാൻ പറ്റും. അതങ്ങനെ നടക്കും. പിന്നൊന്ന്, അക്കാദമിയുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്കറിയാം, ഞാൻ ബേസിക്കലി ഒരു ഫിലിം മേക്കറാണ്. സിനിമ ചെയ്തിട്ട് കുറേ കാലമായി. അപ്പോൾ 1-2 ആഴ്ച രണ്ടല്ല, നമ്മുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ, അതാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി അടക്കമുള്ളവർക്കൊപ്പം നിൽക്കുന്ന ഏറ്റവും ക്ലോസ് ഓർബിറ്റിലുള്ള ഗ്രൂപ്പ്. അതിനകത്ത് നമുക്കൊരു ആളെ കൂടെ ഉൾക്കൊള്ളിക്കാൻ അക്കാദമി തീരുമാനിച്ചിട്ടുണ്ട്. അതും സാംസ്കാരിക വകുപ്പിൻ്റെ മുന്നിലേക്ക് എത്തിക്കും. അവരുടെ ഒരു യെസ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് മറ്റാരുമല്ല, കാരണം നമ്മുടെ ജനറൽ കൗൺസിൽ മെമ്പറായിട്ടുള്ള, നിങ്ങൾക്കറിയാം, അഞ്ജലി മേനോൻ. ഇന്ന് രാവിലെ കൂടെ ഞാൻ അഞ്ജലിയോട് സംസാരിച്ചു. അഞ്ജലി, അവർ താമസിപ്പോൾ ദുബായിലാണ്. അവർക്കൊരു ഫിസിക്കൽ പ്രസൻസ് സാധ്യമാവുന്നില്ല. അതിൻ്റെ ഒരു ഖേദമുണ്ട്. അവർ ചോദിച്ചു, ഞാനൊന്ന് മാറി നിന്നാലും എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കൂടെ ഉണ്ട്. സൂം മീറ്റിങ്ങുകളിലാണ് ഇപ്പോൾ അഞ്ജലി നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ സർക്കാരിന് കൊടുക്കുന്ന നിർദ്ദേശം ജനറൽ കൗൺസിലല്ല, എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നമ്മൾ ശ്രീമതി കുക്കു പരമേശ്വരനെ നിർദ്ദേശിക്കുന്നുണ്ട്. അതും സാംസ്കാരിക വകുപ്പിൻ്റെ മുന്നിലേക്കൊരു എഴുത്തായി ചെല്ലുന്നുണ്ട്. ഇത്തരം 3 കാര്യങ്ങൾ അത് അവിടെ നിന്നുള്ള ഗ്രീൻ സിഗ്നൽ അനുസരിച്ച് നമ്മളത് ചെയ്യുന്നതായിരിക്കും. മറ്റെന്തെങ്കിലും സെക്രട്ടറി ഈ സ്വത്തിൽ പറയുന്നുണ്ടോ? പ്രധാനമായിട്ടും നമ്മുടെ മേളയുടെ വിജയകരമായൊരു പൂർത്തീകരണത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ്റെ നേതൃത്വത്തിൽ എക്സിക്യൂട്ടീവ് ബോർഡും ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ അംഗങ്ങളും ഒന്നിച്ച് നിന്നുകൊണ്ട്, ഒരേ മനസ്സോടെ നിന്നുകൊണ്ടാണ് ഈ ഫെസ്റ്റിവൽ ഈ നിലയിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ പ്രദർശനശാലകളിൽ എല്ലായിടങ്ങളിലും ജനറൽ കൗൺസിൽ അംഗങ്ങളുടെ സാന്നിധ്യത്തിലാണ് ഈ മേള നടന്നത്. അവിടെ ഫിലിം മേക്കേഴ്സിനെ ഓണർ ചെയ്തതെല്ലാം ഇക്കുറി നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ജനറൽ കൗൺസിൽ അംഗങ്ങൾ, നമ്മുടെ ജനറൽ കൗൺസിലുള്ള വിവിധ ചലച്ചിത്ര സംഘടനകളെ റെപ്രസെൻ്റ് ചെയ്യുന്നവർ, ചലച്ചിത്ര പ്രവർത്തകർ എല്ലാവരും ചേർന്നാണ് ഈ മേളയെ ഇത്രമേൽ മനോഹരമാക്കി മാറ്റിയത്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഇരിക്കുന്ന ഈ ഭാഗത്ത് കാണുന്നത് ജനറൽ കൗൺസിൽ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങളുടെ സ്പേസാണ്. ഇവിടെ എല്ലാ ദിവസവും നമ്മൾ വിവിധ മീറ്റിങ്ങുകൾ കൂടാറുണ്ട്, പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കാറുണ്ട്. അത്തരത്തിൽ നടന്നിട്ടുണ്ടാകാവുന്ന ആശയവിനിമയം ഒരു സമാന്തരമായ യോഗം എന്നുള്ള നിലയിലൊക്കെ അത് പോർട്രേ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്തരം സമാന്തര യോഗങ്ങളൊന്നും ഈ ഫെസ്റ്റിവൽ ഓഫീസിൽ ഉണ്ടായിട്ടില്ല. പിന്നെ മനുഷ്യർ ഒരുമിച്ച് കൂടുന്ന ഒരിടത്ത് അത്യാവശ്യം ചില കാര്യങ്ങളിൽ പരസ്പരം അഭിപ്രായങ്ങളോ വ്യത്യാസങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത, അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള കരുത്ത് സാംസ്കാരിക വകുപ്പിനും ചലച്ചിത്ര അക്കാദമിക്കുമുണ്ട്. അതുകൊണ്ട് ഈ മേള ഏറ്റവും വിജയകരമായി, മുൻ എഡിഷനുകളെക്കാൾ വിജയകരമായി നടത്തി തീർക്കാൻ കഴിഞ്ഞു. ഈ മേളയുടെ ഭാഗമായ ഒരു ഫിലിം മാർക്കറ്റ്, നേരത്തെ ഡിസ്കണ്ടിന്യൂഡ് ആയിരുന്ന ഒരു ഫിലിം മാർക്കറ്റിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉള്ള പരിശ്രമം, അത് സാധ്യമായത് ഈ മേളയുടെ ഒരു എൻ്റയർ ഡിസൈൻ യഥാർത്ഥത്തിൽ മാസങ്ങൾക്ക് മുമ്പ്
ചലച്ചിത്ര അക്കാദമി ചെയർമാനും KSFDC ചെയർമാനും ഒരുമിച്ചിരുന്ന് ഡിസൈഡ് ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് ഈ ഫിലിം മാർക്കറ്റ് എന്ന് പറഞ്ഞ ഒരു മുടങ്ങി നിന്ന ഒരു കാര്യം ഈ മേളയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുപോലെ നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസവും അതുപോലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സും ചേർന്ന് നമ്മുടെ മേളയിലെത്തുന്ന വിദേശ പ്രതിനിധികളെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ കൊണ്ടുപോയി കാണിക്കുന്നതിന് നമ്മുടെ ട്രിവാൻഡ്രത്തെ സീനിക് സ്പോട്ടുകളിലേക്ക് അവരെ കൊണ്ടുപോകാൻ സാധിച്ചു. ഇത് നമ്മുടെ മേളയും ടൂറിസവുമായിട്ടുള്ള ഒരു ലിങ്കേജ് നമുക്ക് ഈ മേളയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊപ്പം പറയേണ്ടത് അടിസ്ഥാനപരമായി അക്കാദമിയുടെ പ്രതിബദ്ധത എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നും കേരളത്തിന് പുറത്തുനിന്നും വന്നിട്ടുള്ള ഡെലിഗേറ്റുകളോടാണ്. പ്രാഥമികമായി അവർ ഇത്തവണ വളരെയധികം സന്തോഷത്തിലാണ്. കാരണം ഒരുപാട് നല്ല സിനിമകൾ, നല്ല തിയേറ്ററുകൾ, സ്ക്രീനിങ് എല്ലാത്തിലും അവർ സന്തുഷ്ടരാണ്. ഇതാണ് അക്കാദമി സാംസ്കാരിക വകുപ്പുമായി ബന്ധപ്പെട്ട അവസരം അറിയിച്ചിട്ടുള്ളത്. ഇനി പാകപ്പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഞാൻ നേരത്തെ പറഞ്ഞു, ഞങ്ങളുടെ മുന്നൊരുക്കങ്ങൾ കുറച്ച് മുന്നേ തന്നെ തുടങ്ങാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ സെഷനല്ല. ഇത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലിയിലേക്ക് കയറേണ്ടിയിരിക്കുന്നു. താങ്ക് യു.